അതിരപ്പള്ളിയിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചട്ടങ്ങൾ ലംഘിച്ച് വനംവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ ഒരു ഉദ്യോഗസ്ഥൻ സ്വകാര്യ വയർലെസ് ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിരപ്പള്ളി ചായ്പൻകുഴി ഡെപ്യൂട്ടി റേഞ്ചർ കെ അനിൽകുമാറിനെതിരെയാണ് ഗുരുതരമായി പിഴവ് കണ്ടെത്തിയിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തേക്ക് ചോരാൻ വഴിയൊരുക്കുന്ന പ്രവർത്തനം ഒരു കൊല്ലത്തോളം ഇദ്ദേഹം നടത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന തൊഴിൽ പീഡനം സംബന്ധിച്ചുള്ള വാർത്ത ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിൽ ആരോപണ വിധേയനായി നിന്നിരുന്നതും ഈ ഉദ്യോഗസ്ഥനാണ്. അതേക്കുറിച്ച് നമ്മൾ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഗുരുതരമായ ചട്ടലംഘനം പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ അനിൽകുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ സ്വകാര്യ വയർലെസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ വനംവകുപ്പിന്റെ തന്നെ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിന്റെ കുറ്റപത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഡിസംബർ 6-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം പുറത്തു വരികയും ചെയ്തു, സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. അതായത് നിലവിൽ ഈ ഡെപ്യൂട്ടി റേഞ്ചറായി തുടരുന്ന ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വിശദീകരണം തേടുക എന്ന വിചിത്ര നടപടിയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന 2 കോടി രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഗുരുതരമായ ഒരു ചട്ടലംഘനം അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നതിനോ അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനോ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഈ സർവീസിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ കേവലം ഒരു വിശദീകരണം തേടുന്നു. ആ വിശദീകരണം 15 ദിവസമായിരുന്നു. അതിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് ഈ നടപടി ഒതുക്കാനുള്ള ഒരു നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ അനിൽകുമാറിന്റെ സ്വകാര്യ വയർലെസ് ആണ് ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വലിയ ചട്ടലംഘനം തന്നെയാണ്. ഇതിൽ ഒരു നടപടി ഉണ്ടാകേണ്ടത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ്. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇനി എന്ത് നടപടിയാണ് ഈ വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സുരേഷ്. വളരെ ഗൗരവമായ ഒരു വിഷയമാണ് TRA, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇത്തരം സിഗ്നലുകൾ സൂക്ഷിക്കാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയില്ല. അതുതന്നെ നമ്മുടെ ഔദ്യോഗിക രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാനൊക്കെ ഇത്തരം വയർലെസ് സംവിധാനങ്ങൾ കഴിഞ്ഞു എന്ന് വരും. എന്തായാലും ഗുരുതരമായ വീഴ്ച ഗൗരവമായി അന്വേഷിക്കട്ടെ, അതാണ് നമുക്ക് പറയാനുള്ളത്.